ഗുരുവിന്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയിടാം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 34-ാം തിരുവാക്യം. നസറായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? കാരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ ലോകത്തിൽ ഒരിക്കൽ പോലും ഈ തിരുവചനത്തിലൂടെ കേട്ട കാര്യങ്ങൾ ഞങ്ങളുടെ ചിന്തയിൽ പോലും വരുവാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ, ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് പുറകെ ഞങ്ങൾ പരക്കം പായുമ്പോൾ, ദൈവവചനത്തിലൂടെ ദൈവം ആ വഴി പോകരുത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ പലപ്പോഴും ഹൃദയത്തിൽ അറിയാതെ വെറുപെറുത്തു പോകുവാൻ ഇടവരുന്ന നിമിഷങ്ങൾ ഞങ്ങൾക്കുണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അങ്ങ് ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ ആവശ്യകമായ സ്വാതന്ത്ര്യം അങ്ങേക്ക് നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടൊരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഈ നിമിഷത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദൈവമേ, സ്വർഗമേ, പരിശുദ്ധാത്മാവേ, എൻ്റെ മേൽ സമ്പൂർണമായ ആധിപത്യം സ്ഥാപിച്ച് ദൈവമേ, അങ്ങേക്കു മാത്രം എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ അവസരം നൽകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവം നിന്റെ ജീവിതത്തിൽ ഈ ദിവസം സജീവമായി ഇടപെടാൻ, നിന്റെ ജീവിതത്തെയും ഹൃദയത്തെയും ഒരുക്കുവാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാർ യൗസേപ്പിന്റെയും മധ്യസ്ഥവും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ചനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ മുന്നേറിയിടാം.